നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. ഇഷ്ടവ്യക്തിയെ ഓർത്ത് നിങ്ങളത് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് മാത്രമായിട്ട് ലഭിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എപ്പോഴും നിങ്ങളുടെ ഇഷ്ടവും ഒക്കെ അത് തന്നെയാണ്. ആ വ്യക്തി നിങ്ങളുടേത് മാത്രമാകണം. ആ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കണം. നിങ്ങളല്ലാതെ ആരെങ്കിലും കുറിച്ച് ചിന്തിക്കാനോ പറയാനോ ഒന്നും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല. എന്നും നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിച്ച് എന്നും നിങ്ങൾക്കൊപ്പം നിലപാടെടുത്ത് പോകാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. എത്രയെത്ര പ്രതിസന്ധി ഘട്ടങ്ങളിൽ എത്രയെത്ര പ്രശ്നങ്ങളിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. ആ സാഹചര്യങ്ങളൊക്കെ ആ വ്യക്തിയുടെ മനസ്സിൽ കൃത്യമായ ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോഴും ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒരുപാട് മാനസികമായ അകൽച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കൊപ്പം നിലപാടെടുത്ത് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെ വേണം. നിങ്ങളില്ലാതെ മുന്നോട്ട് പോവുക ആ വ്യക്തിക്ക് പ്രയാസമായി വന്നിരിക്കുകയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോഴും ആ വ്യക്തി ഹൃദയം തുറക്കുന്നില്ലെന്നും ആ വ്യക്തി തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നില്ലെന്നൊക്കെയുള്ള പരാതികൾ നിങ്ങൾക്കുണ്ട്. അത് ആ വ്യക്തിക്ക് കൂടി അറിയാവുന്നതുമാണ്. എത്രയെത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്രയെത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും എല്ലാത്തിനെയും തരണം ചെയ്ത് എല്ലാത്തിനെയും മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ ഒരു മുന്നേറ്റത്തോടെ വലിയൊരു ഇഷ്ടത്തോടെ കടന്നു പോകാനായിട്ട് ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നു. എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകാനാണ് എപ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളെ അത്രമാത്രം ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട്. കാര്യം ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടോ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള വാശി കൊണ്ടോ ഒക്കെയാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞതെങ്കിലും ഇപ്പോഴും നിങ്ങൾ വന്നാൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് വന്നിരുന്നെങ്കിലെന്ന് ആത്മാർത്ഥതയോടെ ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി. ആ വ്യക്തിക്ക് നിങ്ങളെ ഇല്ലാതാക്കാനോ നിങ്ങളെ തള്ളിക്കളയാനോ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള അകൽച്ചയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ചില വാക്കുകളും പ്രവൃത്തികളുമാണ്. നിങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ മനസ്സിന് എപ്പോഴും വേദന ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ദുഃഖങ്ങൾ എന്നിവ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തി തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ വ്യക്തിയോട് സ്നേഹമുണ്ട്. പക്ഷേ എങ്ങനെ ഈ സ്നേഹബന്ധത്തെ കൈകാര്യം ചെയ്യണം, എങ്ങനെ ഈ സ്നേഹബന്ധവുമായി മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ആ വ്യക്തിക്ക് കൃത്യമായൊരു കാഴ്ചപ്പാടൊന്നും ലഭിച്ചിരുന്നില്ല. ആ വ്യക്തി ആ കാഴ്ചപ്പാട് പലപ്പോഴും കൃത്യമായി മുന്നോട്ട് പറഞ്ഞതുമില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സ് കൃത്യമായി അറിയാൻ കഴിയാത്ത ഒരുപാട് സാഹചര്യം ഉണ്ടായി. ആ വ്യക്തി എന്നോട് കാണിക്കുന്നത് കപട സ്നേഹമാണോ, എന്നെ ആ വ്യക്തി ഒരു പ്രതിസന്ധിയിൽ സ്നേഹിക്കില്ലേ, ഇഷ്ടപ്പെടില്ലേ എന്നുള്ള പല സംശയങ്ങളും പല ചിന്തകളും നിങ്ങളുടെ
മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട്, അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്, നിങ്ങളെ സ്നേഹിക്കുകയാണ്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുകയാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾ കൂടെ വേണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. മുമ്പ് വഴക്കും പിണക്കും ഉണ്ടായപ്പോൾ ഒരുപക്ഷെ നിങ്ങളെ വേണ്ടെന്നോ നിങ്ങളുമായി ഇനി ഒരു ബന്ധമില്ലെന്നോ ഒക്കെ പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ മനസ്സ് ഇപ്പോൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധമുണ്ട്. കാരണം എൻ്റെ പ്രവൃത്തി കൊണ്ടാണ് എൻ്റെ വ്യക്തി എന്നിൽ നിന്നകുന്നത്. എന്നെ എൻ്റെ വ്യക്തി ആത്മാർത്ഥമായി എന്നും സ്നേഹിച്ചിരുന്നു. ഞാനാണ് അതിൽ കുഴപ്പങ്ങളുണ്ടാക്കിയത് എന്നുള്ള ചിന്ത നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. എന്നെ സ്നേഹിച്ച, എന്നെ ഇഷ്ടപ്പെട്ട, എന്നെ വിശ്വസിച്ച് എൻ്റെ ഒപ്പം ഇറങ്ങി വന്ന, അല്ലെങ്കിൽ എന്നെ സ്വീകരിക്കാൻ തയ്യാറായ ആ വ്യക്തിയോട് ഞാൻ കാണിച്ചത് വലിയ തെറ്റാണെന്നുള്ള ചിന്ത വന്നിരിക്കുകയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ. അതിന് ഒരുപാട് മാനങ്ങളുണ്ട്, അതിനൊരുപാട് ദുഃഖങ്ങളുണ്ട്. ആ വ്യക്തിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നതല്ല. ആ വ്യക്തി ഒരുപാട് തെറ്റുകൾ നിങ്ങളോട് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ കാലഘട്ടത്തിൻ്റെ സമ്മർദ്ദം, ആ കാലഘട്ടം ആ വ്യക്തിക്ക് സമ്മാനിച്ച് നൽകിയ ചില ഉത്തരവാദിത്തങ്ങൾ, അതൊക്കെ നിമിത്തം ആ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായൊരു സമീപനം കാണിക്കാൻ കഴിഞ്ഞില്ല. ആ വ്യക്തിക്ക് അതിൽ വിഷമമുണ്ട്. തൻ്റെ വ്യക്തിയെ താൻ ഉൾക്കൊണ്ടില്ല, അറിഞ്ഞില്ല, സ്നേഹിച്ചില്ല. നിങ്ങൾ ആത്മാർത്ഥമായൊരു സ്നേഹം ആ വ്യക്തിക്ക് കൊടുത്തിരുന്നു എന്നുള്ളതിന് ഇത് തന്നെ തെളിവാണ്. ആരും നിങ്ങൾ പണം നൽകാത്തതിൻ്റെ പേരിലോ മൂല്യങ്ങൾ നൽകാത്തതിൻ്റെ പേരിലോ ആരും കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തോടൊരു സ്നേഹം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഉൾക്കൊള്ളുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങളുടെ സ്നേഹമെന്ന് കിട്ടണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചപ്പോൾ നിങ്ങൾക്കെതിരെ കള്ള പ്രചരണങ്ങൾ നടത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വിഷമമുണ്ടായി. കാരണം നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ ആ വ്യക്തി പുറകെ നടന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തുകയും നിങ്ങളെ മോശമാക്കാൻ കഴിയാവുന്ന രീതിയിൽ ശത്രുക്കളുമായി ചേർന്ന് പ്രവർത്തിച്ചു. പക്ഷെ ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ഇഷ്ടം കാണാം. നിങ്ങൾ തിരിച്ച് എത്തണമെന്നും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നും ആ വ്യക്തി കൃത്യമായി സ്നേഹിക്കുന്നു. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച ആ വ്യക്തിയുടെ മനസ്സ് വായിച്ചെടുക്കുമ്പോൾ ഒരിക്കലും തീരാത്ത, ഒരിക്കലും കുറയാത്ത നിങ്ങളോടുള്ള എന്നത് നിലനിൽക്കുന്ന സ്നേഹത്തെ അവിടെ കാണാം. നിങ്ങളെ മാത്രം ഉൾക്കൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി മാത്രം മുന്നേറുന്ന, നിങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്ന കുറേ ആളുകളുണ്ട്. അവരിലൂടെ അല്ലെങ്കിൽ അവരുടെ സ്നേഹം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിലുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാൻ കഴിയില്ല. പക്ഷേ ആ വ്യക്തി കൃത്യമായി നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളോടൊത്ത് ചേർന്ന് പോകാനാണ്. നിങ്ങളോടൊത്ത് ഇഷ്ടത്തോടെ ഒരുമിച്ച് നിൽക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് അതൊരു പ്രശ്നമാണോ ഇല്ലയോ എന്നുള്ളതല്ല. ആ വ്യക്തി ഒരുപക്ഷെ നിങ്ങൾ ഉപാധികളില്ലാതെ ഒരു കാലത്ത് സ്നേഹിച്ചിരുന്നിരിക്കാം. ആ സ്നേഹം ഒട്ടും കുറയുന്നില്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോൾ
മാറി നിന്ന് അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ വ്യക്തി. കൂടുതൽ കുറ്റബോധത്തോടെ ഇഷ്ടത്തോടെയും ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ്. പലരും വിലക്കിയിട്ടും ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെടുന്നില്ല. നിങ്ങളെ ഇഷ്ടത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇഷ്ടത്തോടെ നിങ്ങളാൽ ഒരുമിച്ച് നിങ്ങളെ സഹായിച്ച് മുന്നോട്ട് പോകുന്നതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായി ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു നഷ്ടവുമില്ല. ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.